ഞാൻ മാവോയിസ്റ്റോ? എന്നെ കണ്ട മാവോയിസ്റ്റിന്റെ ഒരു ലുക്ക് ഉണ്ടോ? എന്താ നടരാജ, നീയാണ് യഥാർത്ഥ മാവോയിസ്റ്റ്. നിന്റെ പേരിൽ പോലും ഇല്ലേ നടരാജൻ, മാവോയിസ്റ്റ് നടരാജൻ. എന്നെ അസല് ലുക്കാണ് നിനക്ക്. ആ കൊള്ളാം, നല്ല നല്ല ഇതുണ്ട് ഇല്ലേടാ. കണ്ണൊക്കെ കണ്ടില്ലേ, മാവോയിസ്റ്റിന്റെ കണ്ണ. അല്ല നമ്മൾ ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്നതിന് അതെ നടരാജ, ഈ മാവോയിസ്റ്റുകൾ പൊതുവെ കാട്ടിലാണ് താമസിക്കാറ്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നിനക്ക് പൊതുവെ മാവോയിസ്റ്റ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നത്. നിനക്ക് മാവോയിസ്റ്റ് ആണെന്നൊരു തോന്നലുണ്ടോ ഇപ്പം? ഉണ്ടല്ലോ. അത് മതി. അതാണ് വേണ്ടത്. പിന്നെ നിന്നെ ഇപ്പൊ ഈ മാവോയിസ്റ്റ് ആക്കുന്ന എന്തിനാന്നറിയാമോ? നിനക്ക് പ്രധാനമന്ത്രി ആവണ്ടേ? വേണോ? പ്രധാനമന്ത്രി ആവാൻ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പ മാർഗമാണ് ഈ മാവോയിസ്റ്റ് ആവുക. മാവോയിസ്റ്റ് ആണെന്നും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക. കീഴടങ്ങി കഴിയുമ്പോൾ നിനക്ക് കുറെ പൈസയും കിട്ടും കേട്ടോ. പൈസയും കിട്ടും, നിനക്കൊരു ജോലി തരും. അപ്പൊ ഈ കീഴടങ്ങുന്നവരെ മിക്കവാറും എടുക്കുന്ന ജോലി എനിക്ക് തോന്നുന്നു പോലീസിലോ പട്ടാളത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ നടരാജ, നീ പറയണം, എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട, എന്നെ പ്രധാനമന്ത്രിയാക്കണം. പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ മാത്രമേ ഞാൻ കീഴടങ്ങുള്ളൂ എന്നൊന്ന് പറയണം. പറയണം. അപ്പൊ അവര് നിന്റെ ഉറപ്പായിട്ട് പ്രധാനമന്ത്രിയാക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ ഞാൻ തരും. ആദ്യം ഫോണിൽ വിളിക്കണം. ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ മാവോയിസ്റ്റ് നടരാജൻ, SI ഉണ്ടോടെ എവിടെ എന്ന് ചോദിക്കണം. അവര് അയ്യോ ഉണ്ട്, അവർ പേടിച്ച് പറയും. ഞാൻ കീഴടങ്ങാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാവോയിസ്റ്റ് നേതാവാണ് നടരാജൻ. ഞാൻ നിങ്ങളുടെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ പോവാണ് എന്ന് പറയണം. പറയാം. അപ്പൊ അവര് പറയും അയ്യോ വന്നാലും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിന്നെ അവിടെ വരും. പിന്നെ കീഴടങ്ങി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി. നീ അത് ഒറ്റ പിടിയിൽ പിടിച്ചോളണം. ഞാൻ പ്രധാനമന്ത്രി ആവുള്ളൂ, എനിക്ക് ആ ജോലി തന്നെ പിടിച്ചോളണം. പിന്നെ പൈസ കിട്ടണാല് വല്ലതും നമുക്കൂടെ തരണം കേട്ടോ. ചെലവുണ്ട്. വേറൊരു കാര്യം പറയണം, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഇത് ബോംബിടാനായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കീഴടങ്ങണേന്ന് പറയണം. കഴുത്തിലൊരു സയനൈഡിന്റെ ഗുളിക ഞാൻ കെട്ടിയിട്ട് തരും നീ പോകാൻ നേരത്ത്. അത് സയനൈഡ് അല്ല, അത് മറ്റേ ബി കോംപ്ലക്സ് ഗുളികയാണ്. ഈ മാവോയിസ്റ്റുകാർ എപ്പോഴും കഴുത്തി കിട്ടേക്കും ഭീഷണിപ്പെടുത്തും. സൈനൈഡ് ഇത് പറഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ആത്മഹത്യ ഭീഷണിപ്പെടുത്തണം. പിന്നെ വേറൊരു കാര്യം, കഴുകാത്ത തുണി വല്ലതും ഉണ്ടോ? പാന്റോ ജീൻസോ ടീഷർട്ടോ? ഉണ്ട്. അങ്ങനെയുള്ളത് ഇട്ടോണ്ടേ പോവാവും. മാവോയിസ്റ്റ് ലുക്ക് പറഞ്ഞാൽ അത് വേണം കേട്ടാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നീ ആരാണ്? മാവോയിസ്റ്റ് നടരാജൻ. വലിയ ജോലിയും വലിയ നിലയിലൊക്കെ ആവുമ്പോ നമ്മളെയൊന്നും മറക്കരുത് കേട്ടോ. മറന്നളയരുത്. ഇല്ല, മാവോയിസ്റ്റ് നടരാജൻ. വേണ്ട, ഒരു കൊതു ഇരുന്ന് കടിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ്. പോയിട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോണം. അത് ഞാൻ വിളിക്കാം. പിന്നെ വേഷത്തിന്റെ കാര്യം മറക്കരുത്. മറക്കില്ല. അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നെല്ലാം സെറ്റ് ചെയ്ത് വിട്ടേക്കാം. ഞാൻ ഒരുക്കി വിട്ടേക്കാം. ശരി, അപ്പൊ ഓക്കെ വരും. നന്ദി ഒന്നും വേണ്ടേ, നമുക്ക് പറ്റണ ഒരു ഉപകാരം ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്തു കൊടുക്കുക. രക്ഷപ്പെടുക, നീ രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ. കേട്ടോ മാവോയിസ്റ്റ് നടരാജൻ. അനുഗ്രഹിച്ചിരിക്കുന്നു. അതെ, ഒന്ന് ഇതോടെ അവന്റെ കാര്യം തീരുമാനമാവും. പിന്നെ നമുക്ക് പാർട്ടിക്ക് വേണ്ടി ഇച്ചിരി ബുദ്ധി വെച്ചു തുടങ്ങി. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അത്രേ ഉള്ളൂ. Alien versus Alien.